ധൃത പാശാങ്കുശ. ധൃ ധ എന്നാണ് ധനം എന്നുള്ള ധ, അതിന് ഋ ചേർന്നിട്ടുള്ളത്. ധൃ ധൃത പാശാങ്കുശ. ധൃത പാശാങ്കുശ. ധൃത പാശാങ്കുശ. കൽപ്പലതാ സ്വദന്തശ്ച. ധൃതപാശാങ്കുശ കൽപ്പലതാ സ്വദന്തശ്ച. 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 ധൃതപാശാങ്കുശ കൽപ്പലതാ സ്വദന്തശ്ച. ബീജപൂരയുത. 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 ഇത്രയും ഒരു വരിയാണ്. ധൃതപാശാങ്കുശ കൽപ്പലതാ സ്വദന്തശ്ച ബീജപൂരയുത. ധൃതപാശാങ്കുശ കൽപ്പലതാ സ്വദന്തശ്ച ബീജപൂരയുത. രണ്ടാമത്തെ വരി. ശശികല കലിത മൗലിസ്. ശശികല കലിത. ശശികല കലിത. ശശികല കലിത മൗലിസ് ത്രിലോചനോ. മൗലിസ് ത്രിലോചനോ. ശശികല കലിത മൗലിസ് ത്രിലോചനോ. ശശികല കലിത മൗലിസ് ത്രിലോചനോ. പിന്നെ അവിടെ ഒരു പ്രശ്ലേഷം വേണം. എന്നിട്ട് പിന്നെ അതിന്റെ ബാക്കി രുണശ്ച. അരുണശ്ച എന്നാണ് പ്രശ്ലേഷവും രുണശ്ച. ഒരു പ്രശ്ലേഷം ഇടുക, എന്നിട്ട് രുണശ്ച. അപ്പൊ അരുണശ്ച എന്നാണ് മൗലിസ് ത്രിലോചനോരുണശ്ച. ശശികല കലിത മൗലിസ് ത്രിലോചനോരുണശ്ച ഗജവദന. 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 ശശികല കലിത മൗലിസ് ത്രിലോചനോരുണശ്ച ഗജവദന. ഇപ്പൊ രണ്ടു വരിയായി. ഇനി മൂന്നാമത്തെ വരി. ഭാസുര ഭൂഷണ ദീപ്തോ. ഭാസുര ഭൂഷണ ദീപ്തോ. ഭാസുര ഭൂഷണ ദീപ്തോ. ഭാസുര ഭൂഷണ ദീപ്തോ ബൃഹദുദര. ബൃഹദുദര. ബൃ ബ ബൃ ബൃ. ബൃഹദുദര. ബൃഹദുദര. പത്മവിഷ്ടരോല്ലസിത. പത്മ പദ്മ വിഷ്ടരോല്ലസിത. പദ്മവിഷ്ടരോല്ലസിത. പദ്മവിഷ്ടരോല്ലസിത. ഭാസുരഭൂഷണദീപ്തോ ബൃഹദുദര പത്മവിഷ്ടരോല്ലസിത. മൂന്ന് വരി കഴിഞ്ഞ് നാലാമത്തെ വരി. വിഘ്ന പയോധര പവന.
വിഘ്ന പയോധര പവന വിഘ്ന പയോധര പവന വിഘ്ന പയോധര പവന വിഘ്ന പയോധര പവന കരധൃത കമല കരധൃത കമല കരധൃത കമല കരധൃത കമല സദാസ്തു മേ ഭൂത്യൈ സദാസ്തു മേ ഭൂത്യൈ സദാസ്തു മേ ഭൂത്യൈ കരധൃത കമല സദാസ്തു മേ ഭൂത്യൈ വിഘ്ന പയോധര പവന കരധൃത കമല സദാസ്തു മേ ഭൂത്യൈ ധൃതപാശാങ്കുശ കൽപ്പലതാസ്വദന്തശ്ച ബീജപൂരയുത ശശികല കലിത മൗലിസ്ത്രിലോചനുരുണശ്ച ഗജവദന ഭാസുരഭൂഷണദീപ്തോ ബൃഹദുദര പത്മവിഷ്ടരോല്ലസിത വിഘ്ന പയോധര പവന കരധൃത കമല സദാസ്തു മേ ഭൂത്യൈ. ഇതാണ് ധ്യാന ശ്ലോകമായിട്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. അത് തന്നെ ധൃതപാശാങ്കുശ കൽപ്പലതാ സ്വദന്തശ്ച ബീജപൂരയുത. കൈകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ധൃത ധൃത എന്ന് പറഞ്ഞാൽ ധരിച്ച. ധൃതപാശ, ഇപ്പൊ പാശത്തെ ധൃതനാണ്, പാശധൃതനാണ്. പിന്നെ അങ്കുശധൃതനാണ്. പാശം അങ്കുശം. പാശം എന്ന് പറഞ്ഞാൽ കയറ്, അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി. അപ്പൊ പാശധൃതൻ, അങ്കുശധൃതൻ, പിന്നെ കൽപ്പലതാധൃതൻ. കൽപ്പലത, കൽപ്പവള്ളി, അതിനെ ധരിച്ച ആളാണ് കൽപ്പവള്ളി. പാശമുണ്ട്, അങ്കുശമുണ്ട്, കൽപ്പലതയുണ്ട്. പിന്നെ സ്വദന്തശ്ച, സ്വദന്തം തന്റെ പല്ല്, കൊമ്പ് കയ്യിൽ ധരിച്ചിട്ടുണ്ട്. അപ്പൊ 4 കൈ പായല്ലോ അല്ലെ. പാശം, അങ്കുശം, കൽപ്പലത, സ്വദന്തം. പിന്നെ ബീജപൂരയുത, ബീജപൂരത്തെയും ധരിച്ചിട്ടുണ്ട്. ബീജപൂരം എന്ന് പറയുമ്പോ നാരങ്ങ, അത് തന്നെ ബീജപൂരം. പിന്നെ ബീജപൂരയുത, ബീജപൂരത്തോട് കൂടിയ ആള്, സ്വദന്തം. പിന്നെ ബീജപൂരത്തോട് കൂടിയ ആള്. പിന്നെ ശശികല കലിത മൗലി. മൗലി എന്ന് പറഞ്ഞാല് മൗലി, തലയുടെ മുകളിലായിട്ട് മുടി. അവിടെ മൗലിയില് മുടിയെന്നില്ല, മൗലി എന്ന് പറഞ്ഞാൽ ശിരസിങ്കൽ എന്നർത്ഥം. കലിത മൗലി, കലിതം എന്ന് പറഞ്ഞാൽ യോജിപ്പിച്ച, കലയതി യോജിപ്പിച്ച. ശശികല കലിത മൗലി. ശശികല എന്ന് പറഞ്ഞാൽ ശശിയുടെ കല, ശശി ചന്ദ്രൻ, ചന്ദ്രന്റെ കല, ശശികല ചന്ദ്രക്കല. ചന്ദ്രക്കലയെ മൗലിയിങ്കൽ കലിതമാക്കി വെച്ചയാള്. അപ്പോ ശശികലയെ കലിതമായ മൗലിയോടുകൂടി ആള്, അങ്ങനെയും പറയാം. അപ്പൊ മൗലിയില് ചന്ദ്രക്കല കൂടിയ ആള് എന്നർത്ഥം. പിന്നെ ത്രിലോചനോ, ത്രിലോചന 3 കണ്ണുകളോട് കൂടിയ ആള്. അരുണശ്ച, അരുണവർണ്ണമാണ്. അരുണം എന്ന് പറഞ്ഞാല് ചുവപ്പ് നിറം. അരുണശ്ച ഗജവദന, ഗജവദനനാണ്, ആനയുടെ മുഖത്തോടു കൂടിയ ആള്. പിന്നെ ഭാസുരഭൂഷണ ദീപ്ത, ദീപ്ത എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നയാള്. ഭൂഷണദീപ്ത, ഭൂഷണങ്ങളെ കൊണ്ട് ശോഭിക്കുന്നയാള്. എങ്ങനെയുള്ള ഭൂഷണം? ഭാസുരഭൂഷണ ദീപ്ത,
ഭാസുരങ്ങളായിരിക്കുന്ന ഭൂഷണങ്ങളെ കൊണ്ട് ദീപ്തനാണ്. ഭാസുരം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ശോഭിക്കുന്നതായ ഭൂഷണങ്ങളെ കൊണ്ട് ദീപ്തൻ, ശോഭിക്കുന്നവൻ. ഭാസുരഭൂഷണ ദീപ്ത. ദീപ്തൻ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പ്രകാശിക്കുന്ന എന്നൊക്കെ അർത്ഥം. ഭാസുരഭൂഷണ ദീപ്തോ ബൃഹദുദര, വളരെ ബൃഹത്തായ ഉദരത്തോടു കൂടിയ ആളാണ്. ബൃഹദുദര, വലിയ വയറോട് കൂടിയ ആള്. പിന്നെ പത്മവിഷ്ടരോല്ലസിത, പത്മവിഷ്ടര ഉല്ലസിത. വിഷ്ടരം എന്ന് പറഞ്ഞാല് ഇരിക്കാനോ കിടക്കാനോ ഒക്കെയുള്ള, എന്താണോ ഇരിക്കാനുള്ള, അതിനാണ് വിഷ്ടരം എന്ന് പറയാ. അപ്പൊ പത്മവിഷ്ടര ഉല്ലസിത, പത്മമാകുന്ന വിഷ്ടരത്തിങ്കൽ ഉല്ലസിതനാണ്. പത്മം ഒരു വിരിയായിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്നു, ശോഭിക്കുന്നയാള്. പിന്നെ വിഘ്ന പയോധര പവന, വിഘ്ന പയോധര പവനൻ, വിഘ്നങ്ങളാകുന്ന പയോധരങ്ങൾ. പയോധരം എന്ന് പറഞ്ഞാൽ മേഘം. അപ്പൊ വിഘ്നങ്ങളാകുന്ന മേഘങ്ങളെ പവനം ചെയ്യുന്നവൻ. ഈ പവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇവ കാറ്റിൽ പറത്തുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇപ്പൊ മേഘങ്ങളൊക്കെ പിന്നെ കാറ്റിൽ പറത്തി കഴിഞ്ഞാൽ അവിടെ ഒക്കെ തെളിഞ്ഞു വരും. അപ്പൊ അങ്ങനെ കാറ്റിൽ പവനൻ എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. വിഘ്നങ്ങളെ പിന്നെ പറത്തുന്നവൻ എന്നൊരർത്ഥമുണ്ട്. പിന്നെ വിഘ്നങ്ങളെയൊക്കെ ആകുന്ന പയോധരങ്ങളെയൊക്കെ ശുദ്ധമാക്കുന്നവൻ, ആ സ്ഥലം മുഴുവൻ ശുദ്ധമാക്കുന്നവൻ എന്നൊരർത്ഥവും ഉണ്ട്. ഏതായാലും ആ വിഘ്നങ്ങളെയൊക്കെ നീക്കുന്ന എന്നുള്ളൊരർത്ഥമാണ് വരിക. വിഘ്ന പയോധര പവന. പിന്നെ കരധൃത കമല, കയ്യില് ധൃതമായ കമലത്തോടു കൂടിയ ആളും ആണ്. അപ്പൊ കയ്യിലൊരു താമരയും കൂടി ധരിച്ചിട്ടുണ്ട്. കരധൃത കമല. അങ്ങനെയൊക്കെയുള്ള ആള് സദാ അസ്തു മേ ഭൂത്യൈ, സദാ എല്ലായ്പ്പോഴും മേ ഭൂത്യൈ അസ്തു, എൻ്റെ ഭൂതിക്കായിക്കൊണ്ട് ഭവിക്കട്ടെ, എൻ്റെ ഐശ്വര്യത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ ഗണപതി എൻ്റെ ഭൂതിക്കായിക്കൊണ്ട് ഭവിക്കട്ടെ എന്ന് ആണ് പറയുന്നത്. ധൃതപാശാങ്കുശകൽപ്പലതാ സ്വദന്തശ്ച ബീജപൂരയുത ശശികലകലിതമൗലിസ്ത്രിലോചനോരുണശ്ച ഗജവദന ഭാസുരഭൂഷണദീപ്തോ ബൃഹദുദര പത്മവിഷ്ടരോല്ലസിത വിഘ്നപയോധര പവന കരധൃത കമല സദാസ്തു മേ ഭൂത്യൈ.